മിഴി നിറയാതെ അവൾ പതിയെ തുറന്നു. ശ്രീമംഗലം തറവാട്ടിലേക്ക് നോക്കി. ആദി പറഞ്ഞ കഥകളിലൂടെ അവൾക്ക് പരിചിതമായ ശ്രീമംഗലം തറവാട് അവൾ നേരിട്ട് കാണുകയായിരുന്നു. ആഠ്യത്വത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായി അത് തലയുയർത്തി നിന്നു. അവളുടെ മനസ്സ് തുടികൊട്ടി. ആദിയെ കാണാനായി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വിജയ് സ്വാതിയുടെ നേർക്ക് വന്നു. സ്വാതി കയറുന്നതിന് മുൻപൊരു കാര്യം പറയാനുണ്ട്. വിജയ് പ്രിയയെയും പാർവതിയമ്മയെയും നോക്കി പറഞ്ഞു. ഇനി സ്വാതി അറിഞ്ഞേ മതിയാകൂ. അവരുടെ മുഖങ്ങളിൽ ഒരാശങ്ക പടരുന്നത് അവൾ കണ്ടു. ആദിക്ക് ആക്സിഡന്റ് നടന്ന ശേഷം ചില കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പതിയെ പതിയെ തിരിച്ചു വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നുവെച്ചാൽ സ്വാതി ഇപ്പം ആദിക്ക് ഓർമ്മയില്ല. അവൻ്റെ ഓർമ്മയിൽ നിന്നും 3 വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാതിയെ കാണുമ്പോൾ എന്ത് പ്രതികരണമായിരിക്കും അവനുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. എന്ത് നേരിടാൻ സ്വാതി തയ്യാറായിരിക്കണം. വിജയുടെ വാക്കുകൾ ഒരു കാരിരുമ്പ് പോലെ സ്വാതിയുടെ നെഞ്ചിൽ തറച്ചു. ഞാൻ പറഞ്ഞത് സ്വാതിക്ക് മനസ്സിലായോ? അവൾ വെറുതെ തലയാട്ടി. പാർവതിയമ്മ അവളുടെ അരികിലേക്ക് വന്നു. മോള് വിഷമിക്കേണ്ട. ഓർമ്മകൾ തിരിച്ചു വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോളെ അവൻ ഓർത്തെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഉള്ളതൊന്നും മോള് കണക്കാക്കണ്ട. അവളുടെ മൂർധാവിൽ തഴുകിക്കൊണ്ട് അവർ പറഞ്ഞു. സ്വാതി ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ മാറുന്ന രോഗമാണ്. ആക്സിഡൻറ്റിൻ്റെ ഷോക്കിൽ സംഭവിച്ചു പോയതാണ്. പ്രിയ സ്വാതിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അകത്തെ കതകുകൾ തുറന്നിരുന്നു. സ്വാതി അവിടേക്ക് നോക്കി. കാര്യസ്ഥൻ രാമൻ നായരായിരുന്നു അത്. പാർവതിയമ്മ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. യാന്ത്രികമായി അവൾ അകത്തേക്ക് നടന്നു. ആദി എവിടെ? പാർവതി അയാളോട് തിരക്കി. അയാൾ മറുപടി പറഞ്ഞു. ആദിക്കുഞ്ഞ് നേരത്തെ ഉറങ്ങി. അത് നന്നായി എന്ന് പാർവതി അമ്മയ്ക്ക് തോന്നി. ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതാണ് നല്ലത്. അവർ മനസ്സിൽ ചിന്തിച്ചു. സ്വാതിയും ചിന്തിച്ചത് അതുതന്നെയായിരുന്നു. തന്നെ ഓർമ്മയില്ലാത്ത ആദിയേട്ടനെ പെട്ടെന്ന് കണ്ടാൽ താൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഒരു രാത്രിയെങ്കിലും ആ സത്യവുമായി തനിക്ക് പൊരുത്തപ്പെടണം. അതിനുശേഷം പിറ്റേന്ന് കാണുന്നതായിരിക്കും നല്ലത്. അറിയാതെ അവൻ കെട്ടിക്കൊടുത്ത മാലയിലേക്ക് അവളുടെ കൈകൾ നീണ്ടു. എത്ര ശ്രമിച്ചിട്ടും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു. സമയം ഒരുപാടായി. മോൾ ഇന്ന് അമ്മയുടെ മുറിയിൽ കിടന്നോളൂ. നാളെ വേറെ മുറി തരാം. പാർവതിയമ്മ അവളോട് പറഞ്ഞു. അവൾ തലകുലുക്കി സമ്മതം അറിയിച്ചു. രാമൻ നായരെ, മോൾക്ക് മുറി കാട്ടിക്കൊടുക്ക്. അത് പറഞ്ഞ് പാർവതിയമ്മ പ്രിയയുടെ അടുക്കളയ്ക്ക് ചെന്നു. സമയം ഒരുപാടായില്ലേ? മോൾ ഇനി കാലത്തല്ലേ പോകുന്നുള്ളൂ. ഞാൻ അച്ഛനെയും അമ്മയും വിളിച്ച് പറയാം. അയ്യോ അത് വേണ്ടമ്മേ, എനിക്ക് പോകണം. എത്ര ലേറ്റായാലും അവർ രണ്ടുപേരും എന്നെ നോക്കിയിരിക്കും. ഞാൻ നാളെ വരാം. അവൾ സ്വാതിയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ഇറങ്ങട്ടെ സ്വാതി, നാളെ വരാം. അവൾ സ്വാതിയോട് പറഞ്ഞു. വരണേ ചേച്ചി. സ്വാതി അവളുടെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ പറഞ്ഞു. തീർച്ചയായും വരും. അവൾ സ്വാതിയുടെ കയ്യിൽ പിടിച്ച് ഉറപ്പ് കൊടുത്തു. സത്യത്തിൽ സ്വാതിയോട് തനിക്ക് വിരോധമാണ് തോന്നേണ്ടത്. പക്ഷെ ഒരു പ്രത്യേക ഇഷ്ടം അവളോട് തോന്നുന്നു. പ്രിയ മനസ്സിൽ ഓർത്തു. മോനെ വിജയ്, അവളെ കൊണ്ടുപോയി വീട്ടിൽ വിട. പാർവതിയമ്മ വിജയോട് പറഞ്ഞു. പ്രിയ വിജയെ അനുഗമിച്ചു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലെല്ലാം വിജയ് നിശബ്ദനായിരുന്നു. പ്രിയ അത് ശ്രദ്ധിച്ചു. എന്താ വിജയ്, ഒരു ടെൻഷൻ? അവൾ അവനോട് ചോദിച്ചു. ഒന്നുമില്ല പ്രിയ. ഒറ്റ വാക്കിൽ അവൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ വിജയുടെ മനസ്സിൽ എന്തോ പുകയുന്നുണ്ടായിരുന്നുവെന്ന് പ്രിയയ്ക്ക് തോന്നിയിരുന്നു. രാമൻ നായർ പാർവതി അമ്മയുടെ മുറിയിലേക്ക് സ്വാതിയെ കൊണ്ടുപോയി. ഇതാണ് ഇവിടുത്തെ അമ്മയുടെ മുറി. അവിടെ പാർവതി അമ്മയുടെ പഴയകാല ചിത്രങ്ങളും അവരുടെ ഭർത്താവും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ആദിയും അവരും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന കുടുംബ ചിത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കുഞ്ഞൻ ആദിയെ കണ്ടപ്പോൾ അവൾക്ക് ആദിയുടെ ചിരി മനസ്സിലേക്ക് ഓടിയെത്തി. പാർവതിയുടെ പഴയകാല ചിത്രങ്ങളിൽ അവ സുന്ദരിയായിരുന്നുവെന്ന് സ്വാതി ഓർത്തു. അപ്പോഴേക്കും പാർവതിയമ്മ മുറിയിലേക്ക് കയറി വന്നു. അകത്ത് ബാത്റൂമുണ്ട്. മാറിയെടുക്കാൻ കുട്ടി ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പോയി ഡ്രസ്സ് മാറി വാ. അവർ പറഞ്ഞതനുസരിച്ച് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഷവറിന് മുൻപിൽ നിൽക്കുമ്പോൾ ഒന്ന് ആർത്തലച്ച് കരയണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഒരുപാട് നേരം തണുത്ത വെള്ളത്തിൽ മനസ്സും ശരീരവും കുളിർത്തു. തൻ്റെ ജീവിതത്തിൽ നിന്നും പ്രയാസങ്ങൾ വിട്ടുമാറിയിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. അവൾ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ പാർവതിയമ്മ ഉണ്ടായിരുന്നു. മോളെ, ഈ പാല് കുടിച്ച് കിടക്ക്. വേണ്ടമ്മേ, അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഈ പാല് കുടിച്ചിട്ട് കിടന്നാൽ മതി. അവർ ഒരു ഗ്ലാസ് പാല് അവളുടെ കയ്യിൽ വച്ചു. അവൾ അവർക്ക് വേണ്ടി അത് കുടിച്ചു.
അമ്മ പോയി ഒന്ന് മേല് കഴുകി വരാം അവളോട് പറഞ്ഞ് അവർ പോയി. അവൾ തല കുലുക്കി. അവർ മേല് കഴുകാൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ അവൾ ജനൽപ്പാളി തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ഒരു നക്ഷത്രം മാത്രം ആകാശത്ത് അവശേഷിക്കുന്നതായി അവൾ കണ്ടു. അതൊരു പക്ഷേ തൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആത്മാവായിരിക്കാമെന്ന് അവൾ ഓർത്തു. എങ്കിലും രണ്ടെണ്ണം ഉണ്ടാവണ്ടേ എന്ന് അവൾ ഓർത്തു. എന്നാണെങ്കിലും ആ നക്ഷത്രം അവളെ നോക്കി കണ്ണു ചിമ്മി. അവൾ സുരക്ഷിതമായ സ്ഥാനത്തെത്തിയതിൻ്റെ ആശ്വാസം എന്ന പോലെ. അവർ മേല് കഴുകി വന്നപ്പോഴേക്കും അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കിടക്കുന്നില്ലേ മോളെ? അവർ ചോദിച്ചു. ഉവ്വമ്മേ. അവൾ മറുപടി പറഞ്ഞു. അവൾ അവരോടൊപ്പം കിടന്നു. പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഓർത്തു. ആദ്യേട്ടന് ഒരിക്കലും തന്നെ ഓർമ്മ വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അവളുടെ മനസ്സിൽ ചിന്തകൾ കുഴഞ്ഞു മറിഞ്ഞു. എന്തുകൊണ്ടോ ആ രാത്രിക്ക് വല്ലാത്ത നീളം അവൾക്ക് അനുഭവപ്പെട്ടു. രാവിലെ ആദിയെ കാണുന്ന കാര്യം ഓർത്തപ്പോൾ അവളുടെ ശരീരം വിറച്ചു. തന്നെ പരിചയമില്ലാത്ത ആദിയേട്ടൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? പക്ഷെ തൻ്റെ മുഖം ആദിയേട്ടൻ്റെ മനസ്സിൽ നിന്നും ഒരു ഓർമ്മകൾക്കും മായ്ച്ചു കളയാൻ സാധിക്കില്ല. പലതും ആലോചിച്ച് അവൾ വെളുപ്പായപ്പോഴാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണത്. ചുറ്റും ആത്മീയത തോന്നിപ്പിക്കുന്ന മഹാദേവ ഭക്തിഗാനങ്ങൾ. അതിനൊപ്പം മഹാദേവ സന്നിധിയിൽ കൈകൂപ്പി നിൽക്കുന്ന രണ്ടുപേർ, ഒരു പുരുഷനും സ്ത്രീയും. അവൻ അവളുടെ കഴുത്തിൽ ഒരു മാല അണിയിച്ചു കൊടുക്കുന്നു. അതിനൊപ്പം മഹാദേവ കീർത്തനങ്ങൾ അലയടിക്കുന്നു. ശേഷം കുങ്കുമച്ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം അവൻ അവളുടെ സീമന്ത രേഖയിൽ ചാർത്തുന്നു. ഒരു ഞെട്ടലോടെ ആദി ഉണർന്നു. എന്തായിരുന്നു താനിപ്പോൾ കണ്ട സ്വപ്നം? അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. താലി കെട്ടുന്ന പുരുഷൻ താനായിരുന്നില്ലേ? കൂടെ നിൽക്കുന്ന പെൺകുട്ടി അവൾ ആരായിരുന്നു? മുഖം വ്യക്തമല്ലെങ്കിലും തൻ്റെ മനസ്സിൽ എവിടെയോ ആ മുഖമുണ്ട്. അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ തലയ്ക്ക് വല്ലാത്ത ഭാരം. എങ്കിലും ഏകദേശം അവൻ ആ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിറയെ കരിമഷി പുരട്ടിയ നീളമുള്ള ഭംഗിയായ കണ്ണുകൾ മാത്രം ഓർമ്മയിൽ തെളിഞ്ഞു. പുലരിവോളം ആ സ്വപ്നത്തിലെ പെൺകുട്ടിയെ തേടി ആദി അലഞ്ഞു. പക്ഷേ ആ കണ്ണുകൾ മാത്രമായിരുന്നു ആകെയുള്ള പ്രതീക്ഷ. അതാരായിരിക്കും? അവൾക്ക് തൻ്റെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളത്? ആദി സ്വയം ചിന്തിച്ചു. ആ കരിമഷി കണ്ണുകൾ അവൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു. പ്രിയയെ വീട്ടിൽ വിട്ടതിന് ശേഷം ആദി കുറേ നേരം റോഡിൻ്റെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് കുറേ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. കുറേ ഓടുവഴികൾ കയറി വിജയ് ചെന്നത് പഴയൊരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലേക്കായിരുന്നു. വിജയ് ചെന്ന ഉടനെ ഡോറ് കൊട്ടിയതും തുറക്കപ്പെട്ടു. ദത്തനായിരുന്നു ഡോറ് തുറന്നത്. സാറെന്താ ഈ അർദ്ധരാത്രിയിൽ? എനിക്ക് ഈ സമയത്തല്ലാതെ പകൽ വെട്ടത്ത് ഇവിടേക്ക് വരാൻ പറ്റുമോ? തൻ്റെ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായാണ് എല്ലാം സംഭവിക്കുന്നത്. അവൻ കോൾ ലിസ്റ്റിൽ നിന്നും ദത്തൻ്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു. ഞാൻ അവിടേക്ക് വരികയാണ് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. വിജയുടെ മറുപടി കേട്ട് അയാളുടെ മുഖം മാറി. സാറിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. താനെന്തിനാ രാവിലെ എന്നെ വിളിച്ചത്? അത് പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ സാറേ. ഒരു തുള്ളി കുടിക്കാഞ്ഞിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങല്ലെന്നല്ലേ സാറ് പറഞ്ഞത്? മേടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് കരുതി വിളിച്ചതാ. തനിക്ക് ശകലെങ്കിലും ബോധമുണ്ടോ? പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതിയാണിത്. അങ്ങനെ പുറത്തിറങ്ങി മദ്യം മേടിച്ചുകൊണ്ട് നടന്ന എത്രയും പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലാകുമെന്ന് തനിക്കറിയില്ലേ? ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനിവിടെ എത്തിക്കാം. വിജയ് താക്കീത് ചെയ്തു. ഞാനിന്നലെ തൻ്റെ വീട്ടിൽ പോയിരുന്നു. തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ ഏകദേശം ഉപേക്ഷിച്ച ലക്ഷണമാണ്. തൻ്റെ രണ്ടാം ഭാര്യ വീട്ടിൽ ചെന്നിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവളെല്ലാം അറിഞ്ഞോ? അയാൾ ചോദിച്ചു. എല്ലാം അറിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി തന്നെ അവിടെ കണ്ട അവർ തന്നെ കുത്തിക്കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വാതി, അവളിപ്പോൾ ആദിയുടെ വീട്ടിലുണ്ട്. വിജയ് അത് പറഞ്ഞതും അയാളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ച് കയറുന്നത് വിജയ് കണ്ടു. അതെന്നെ വർത്തമാനമാണ് സാറേ പറയുന്നത്? ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് അവളെ അവൻ്റെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയായിരുന്നോ? സാർ എന്നോട് ഉറപ്പ് പറഞ്ഞതല്ലേ അവൾ എനിക്കുള്ളതാണെന്ന്? എന്നിട്ട് ഇതിന് കൂട്ടു നിൽക്കുവാണോ? അതോ കൂട്ടുകാരൻ്റെ കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണോ? എടോ, ഞാൻ തനിക്ക് വാക്ക് തന്നത് ഞാൻ പാലിക്കും. എനിക്കൊരു വാക്കേ ഉള്ളൂ, അത് ഞാൻ സാധിക്കും. പിന്നെ സ്വാതി ഇപ്പോൾ ഇവിടെ വന്നത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിലാണ്. തന്നേക്കാൾ കൂടുതൽ എനിക്ക് സങ്കടമുണ്ടതിൽ. പിന്നെ എൻ്റെ ലക്ഷ്യം സ്വാതിയല്ല. അതുകൊണ്ട് തന്നെ സ്വാതിയെ താൻ എടുത്താലും എനിക്ക് വിഷയമല്ല. എൻ്റെ ലക്ഷ്യം അവനാണ്, ആദി. വിജയ് പറഞ്ഞു. പിന്നെ സ്വാതിയെ ഞാൻ തനിക്ക് കൈമാറുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും. അതിന് കുറച്ച് സമയം വേണം. എത്ര വേണമെങ്കിലും സമയം എടുത്തോളൂ സാറേ. പക്ഷെ അവളെ എനിക്ക് വേണം. ആദ്യം അവളുടെ അമ്മയാണ് ഞാൻ മോഹിച്ചത്. അത് നടന്നില്ല. പിന്നെ അവളേക്കാൾ സുന്ദരിയായ മകളെ മോഹിച്ചു. അതും കൂടി നടന്നില്ലെങ്കിൽ ഞാനൊരാണാണോ സാറേ? അവളുടെ കെട്ടിയോനും മരിച്ച് അവൾ ഗർഭിണിയായി വീട്ടിൽ വന്ന് നിന്നപ്പോൾ ഞാൻ ഒരുപാട് ആശിച്ചതാണ് അവളെ. അവൾക്കിനി അവകാശം പറയാൻ ആരുമില്ലല്ലോ എന്ന്.
സത്യം പറഞ്ഞ അവളെ കണ്ടിട്ടാണ് എൻ്റെ ഭാര്യ കെട്ടാൻ പോലും ഞാൻ തയ്യാറായത്. അതൊക്കെ പോട്ടെ, സാറിനെന്താ ഡോക്ടറോട് ഇത്ര കലിപ്പ്? അതൊരു പഴയ കഥയാണ്, കുറച്ച് പഴക്കമുള്ളത്. ഞാൻ പറയാം, തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, എഡിറ്റ് ചെയ്തപ്പോൾ ഉള്ള പ്രശ്നമാണേ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചോണം കേട്ടോ.